പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിന് ശേഷം പങ്കുവെക്കാനുള്ള ചില സ്റ്റോറി ലൈനുകളെ സംബന്ധിച്ചാണ്. അതിൽ ആദ്യത്തേത് ബ്രോൺ ബ്രേക്കറിൻ്റെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിനുള്ള എതിരാളിയെ കണ്ടുപിടിക്കുന്ന നമ്പർ 1 കണ്ടൻഡർ ടൂർണമെൻറ്റിനെ സംബന്ധിച്ചാണ്. ഈ നമ്പർ 1 കണ്ടൻഡർ ടൂർണമെൻറ്റ് ഒരു ട്രിപ്പിൾ ത്രെറ്റ് ഫോർമാറ്റിലാണ് നടത്തുന്നത്. 4 ട്രിപ്പിൾ ത്രെറ്റ് മത്സരങ്ങളാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. അതിൽ 2 മത്സരങ്ങൾ റോ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ചു. ആദ്യ മത്സരത്തിൽ ജെ ഊസോയാണ് വിജയിച്ചത്. കിരൺ ക്രോസ്, കോഫി കിങ്സ്റ്റൺ തുടങ്ങിയവരെ പരാജയപ്പെടുത്തി. രണ്ടാമത്തെ മത്സരത്തിൽ പി ഡൺ ആണ് വിജയിച്ചത്. സേവിയർ വുഡ്സ്, ദ മിസ് തുടങ്ങിയവരെ പരാജയപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അടുത്ത റോ എപ്പിസോഡിലേക്ക് 2 ട്രിപ്പിൾ ത്രെറ്റ് ക്വാളിഫയിങ് മത്സരങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യ മത്സരത്തിൽ ഡ്രാഗൻ ലീ വേഴ്സസ് ഇല്യ ഡ്രാഗ്നോവ് വേഴ്സസ് ഡൊമിനിക് മെയ്സ്റ്റിഡിയോ തമ്മിലുള്ള മത്സരവും രണ്ടാമത്തേതിൽ ഷെയ്മസ് വേഴ്സസ് ലുഡ്വിഗ് കൈസർ വേഴ്സസ് ബ്രോൺസൺ റീഡ് തമ്മിലുള്ള മത്സരവുമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജെ ഊസോയും പീറ്റ് ഡണ്ണും ആ ഫേറ്റൽ ഫോർവേ നമ്പർ 1 കണ്ടൻഡർ മത്സരത്തിലേക്ക് ക്വാളിഫൈ നേടിയിട്ടുണ്ട്. ഇനി അടുത്ത റോയിൽ നടക്കാൻ പോകുന്ന ട്രിപ്പിൾ ത്രെറ്റ് വിജയിച്ചു വരുന്ന 2 റെസ്ലേഴ്സും ഈ ഫേറ്റൽ ഫോർവേയിൽ പങ്കെടുക്കും. അതിൽ വിജയിക്കുന്ന റെസ്ലറാണ് ബ്രോൺ ബ്രേക്കറിൻ്റെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിന് ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. മത്സരം മിക്കവാറും ബാഡ് ബ്ലഡ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവന്റിലായിരിക്കും നടക്കാൻ പോകുന്നത്. രണ്ടാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് CM പങ്കിനെ സംബന്ധിച്ചാണ്. ഇന്നത്തെ റോ എപ്പിസോഡിൽ ഡ്രൂ മാക്കിൻഡയറിന്റെ സെഗ്മെന്റിനെ ഇന്ററപ്റ്റ് ചെയ്തു വന്ന CM പങ്ക് സ്ട്രാപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഡ്രൂ മാക്കിൻഡയറിനെ ബ്രൂട്ടലായി ആക്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അതിനിടയിൽ സെക്യൂരിറ്റീസ് വന്ന് ഡ്രൂ മാക്കിൻഡയറിനെയും CM പങ്കിനെയും പിടിച്ചു നിർത്തുന്നുണ്ട്. എന്നാൽ CM പങ്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെയും ആക്രമിക്കുന്നുണ്ട്. റോ എപ്പിസോഡ് കഴിയുന്നതിന് ശേഷം റോയുടെ ജനറൽ മാനേജറായ ആദം പിയേഴ്സ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച പോസ്റ്റിൽ അൺഡിസ്ക്ലോസ്ഡ് എമൗണ്ട് CM പങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ഈടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ആദം പിയേഴ്സ് പറഞ്ഞത്. അതായത് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആക്രമിച്ചത് കൊണ്ട് തന്നെ ഒരു പിഴ തുക CM പങ്കിൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കുന്നുണ്ടെന്നാണ് ആദം പിയേഴ്സ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ സ്റ്റോറി പോലും അവർ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സെക്യൂരിറ്റി ഗാർഡ്സിനെ ഇതിനു മുൻപും റെസ്ലേഴ്സൊക്കെ ആക്രമിച്ചിട്ടുണ്ട്. അന്നൊന്നും WWE ആ റെസ്ലേഴ്സിന് ഒരു സസ്പെൻഷൻ കൊടുക്കുകയോ പിഴ ഈടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ കുറച്ച് ആഴ്ചകളായി ഇത്തരത്തിലുള്ള സെഗ്മെൻറ്റുകൾക്ക് വലിയ പ്രാധാന്യം ഇപ്പോൾ WWE കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ സ്റ്റോറി ലൈന് പോലും ഇപ്പോൾ നല്ല ഇമ്പോർട്ടൻസ് റോ എപ്പിസോഡിൽ കൊടുക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് CM പങ്ക്, ഡ്രൂ മാക്കിൻഡയർ തുടങ്ങിയവരുടെ സ്റ്റോറിയിൽ. എന്തായാലും ബാഷ് ഇൻ ബെർലിൻ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവന്റിൽ വെച്ച് നടക്കാൻ പോകുന്ന പങ്ക് വേഴ്സസ് ഡ്രൂ തമ്മിലുള്ള സ്ട്രാപ്പ് മത്സരം അതിഗംഭീരമായിരിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ്, എന്തുകൊണ്ടാണ് ബ്രോൺസൺ റീഡ് വേഴ്സസ് ബ്രോൺ സ്ട്രോമൻ തമ്മിലുള്ള ആ ഒരു മത്സരം ഒരു ബാക്ക് സ്റ്റേജ് ഫൈറ്റിലേക്കും അവിടെ നിന്ന് കാറിൻ്റെ മുകളിലേക്ക് സുനാമി എന്ന് പറയുന്ന മൂവ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റ് കാണിക്കുന്നതിലേക്കും എത്തിയത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ സ്ട്രോങ് റെസ്ലറാക്കി കാണിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ഭാഗം കൊണ്ട് ക്രിയേറ്റീവ് ടീം ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഈ മൊമെൻറ്റ് കഴിയുന്നതിന് ശേഷം പെട്ടെന്ന് കൊമേഴ്ഷ്യൽ ബ്രേക്കിലേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം റോ കമൻറ്റേറ്ററായ മൈക്കിൾ കോൾ പറയുന്നുണ്ട് ബ്രോൺസൺ റീഡ് ഈ ബ്രേക്കിനിടയിൽ എഴുന്നേറ്റ് പോയി, എന്നാൽ ബ്രോൺ സ്ട്രോമൻ ആണെങ്കിൽ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്, ബ്രോൺ സ്ട്രോമൻ തനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അവിടെയുള്ള ഒഫീഷ്യൽസിനോട് പറയുന്നതായിട്ടുള്ള ആ ഒരു മൊമെൻറ്റും അവർ ക്യാമറയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബ്രോൺ സ്ട്രോമനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസ്ലറാണ് താൻ അല്ലെങ്കിൽ ബ്രോൺസൺ റീഡ് എന്നുള്ളതാണ് അവിടെ തെളിയിച്ചിരിക്കുന്നത്. അപ്പോൾ ബ്രോൺസൺ റീഡിനെ അങ്ങനെ പൊക്കി കാണിക്കാൻ വേണ്ടി ചെയ്ത ഒരു മൊമെൻറ്റ് മാത്രമാണ് അത്. ഭാവിയിൽ ബ്രോൺസൺ റീഡിന് കൊടുക്കുന്ന വലിയൊരു മൊമെൻറ്റും ഉണ്ട്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി WWE ഒരു ബിഗ്ഗസ്റ്റ് മോൺസ്റ്ററായി നമ്മൾ എല്ലാവരും കാണുന്നത് ബ്രോൺ സ്ട്രോമനെയാണ്. അത്തരത്തിലുള്ള മൊമെൻറ്റ്സും ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലൂടെ ബ്രോൺ സ്ട്രോമന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ ബ്രോൺസൺ റീഡിലേക്കുള്ള ഒരു മൊമെൻറ്റമായി മാറുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മോൺസ്റ്റേഴ്സിൻ്റെ മോൺസ്റ്റർ എന്ന് പറയുന്ന ബ്രോൺ സ്ട്രോമനെ കീഴടക്കുന്ന ബ്രോൺസൺ റീഡിൻ്റെ മൊമെൻറ്റ്, അത് ബ്രോൺസൺ റീഡിൻ്റെ ഇനി വരുന്ന സ്റ്റോറി ലൈനിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സെഗ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ബ്രോൺസൺ റീഡിൻ്റെ മെയിൻ എതിരാളി അത് സെത്ത് ഫ്രീക്കിംഗ് റോളിൻസ് ആയിരിക്കും. ആ റോളിൻസിൻ്റെ ഒരു തിരിച്ചുവരവ് നമുക്ക് ഇനി ഉള്ള ഒരു റോ എപ്പിസോഡിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ആ പ്രതീക്ഷ ഒരിക്കലും തെറ്റില്ല എന്നുള്ളൊരു നിലയിലേക്കാണ് റീഡിൻ്റെ നിലവിലെ സ്റ്റോറിയും പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് അങ്കിൾ ഹൗഡി വേഴ്സസ് ജാഡ് ഗേബിൾ തമ്മിലുള്ള സ്റ്റോറിയെ സംബന്ധിച്ചാണ്. അങ്കിൾ ഹൗഡി വേഴ്സസ് ജാഡ് ഗേബിൾ തമ്മിലുള്ള ആ ഒരു സ്റ്റോറി ഇന്നത്തെ റോ എപ്പിസോഡിലെ മെയിൻ ഇവൻ്റ് മത്സരം കഴിയുന്നത് കൊണ്ടുകൂടി അവസാനിക്കാൻ സാധ്യത കൂടിയിരിക്കുന്നു എന്നാണ് പങ്കുവെക്കാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ അങ്കിൾ ഹൗഡിയുടെ ഒരു ഡെബ്യൂ മത്സരം എന്നുള്ളതിൽ ഉപരി അങ്കിൾ ഹൗഡി ജാഡ് ഗേബിളിനെ പരാജയപ്പെടുത്തുന്നതിലൂടെ ഇനി ഈ ഒരു സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ യാതൊരുവിധ അർത്ഥവും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ജാഡ് ഗേബിൾ അല്ലെങ്കിൽ അമേരിക്കൻ മെയ്ഡ് ഈ ഒരു ഫാക്ഷനെതിരെയുള്ള അങ്കിൾ ഹൗഡി വൈറ്റ് സിക്സ് തുടങ്ങിയവരുടെ സ്റ്റോറി ഇവിടം കൊണ്ട് അവസാനിച്ചിരിക്കുന്നു. വൈറ്റ് സിക്സും അമേരിക്കൻ മെയ്ഡും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അവിടെ വൈറ്റ് സിക്സ് ആണ് വിജയിച്ചത്. അങ്കിൾ ഹൗഡിയും ജാഡ് ഗേബിളും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഇന്ന് റോ എപ്പിസോഡിൻ്റെ മെയിൻ ഈവൻറ്റിൽ
അങ്കിൾ ഹൗഡിയാണ് വിജയിച്ചത്. അപ്പോൾ ഡെബ്യൂ മത്സരത്തിൽ വിജയിച്ചു എന്നുള്ളതിൽ ഉപരി ജാഡ് ഗേബിളിനെതിരെയുള്ള ഒരു സ്റ്റോറി പൂർണ്ണ ആധിപത്യത്തോടു കൂടി പൂർണ്ണ മേധാവിത്വത്തോടു കൂടി അങ്കിൾ ഹൗഡി കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത്. ഇനി അങ്കിൾ ഹൗഡിയുടേതായി കുറച്ച് വീഡിയോ പാക്കേജുകളും ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റുകളും വരും. അതിനുശേഷം പുതിയ എതിരാളിയെ തേടി അങ്കിൾ ഹൗഡി പോകുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇതൊക്കെ ജസ്റ്റ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ജാഡ് ഗേബിളിനെതിരെയുള്ള സ്റ്റോറി മുന്നോട്ടേക്ക് പോകാൻ യാതൊരുവിധ സാധ്യതയും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ മത്സരത്തിന് ഇടയിൽ ഈ അമേരിക്കൻ മെയ്ഡിൻ്റെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ വൈറ്റ് സിക്സിലെ മറ്റ് മെമ്പേഴ്സിൻ്റെ ഒരു അപ്പിയറൻസും നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ അതൊന്നും ഇനി വരുന്ന ഒരു സ്റ്റോറിയുടെ ഭാഗം അല്ല. അത് ആ സ്റ്റോറി അവസാനിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്തത് മാത്രമാണ്. റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ അങ്കിൾ ഹൗഡിക്ക് കൊടുക്കുന്ന ഒരു വിജയം, അത് അങ്കിൾ ഹൗഡി എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെ അവർ ഇനിയും ഭാവിയിൽ നല്ല നല്ല സ്റ്റോറി ലൈനുകൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു അർത്ഥം കൂടി നൽകുന്നുണ്ട്. അവസാനമായി പങ്കുവെക്കാനുള്ള ചെറിയൊരു അപ്ഡേറ്റ് റെസ്ലിംഗ് ലോകത്ത് നിന്ന് നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്തതാണ്. അതായത് റെസ്ലിംഗിലെ ലെജൻഡറി താരം മുൻ WWE ചാമ്പ്യൻ സിഡ് വീഷ്യസ് എന്ന് പറയുന്ന മുൻ റെസ്ലർ മരണപ്പെട്ടിരിക്കുന്നു. ക്യാൻസർ ബാധിതനായിരുന്നു. ക്യാൻസർ ബാധിച്ചുകൊണ്ടുള്ള ഒരു മരണമാണ്. 63-ാമത്തെ വയസ്സിലാണ് ലോകത്തെ വിട്ട് പിരിയുന്നത്. 90കളിലൊക്കെ WWEയിലും WCWയിലും ഒക്കെ ആക്റ്റീവായിരുന്നു. WCWൻ്റെ വേൾഡ് ടൈറ്റിലും WWEൻ്റെ വേൾഡ് ടൈറ്റിലും ഒക്കെ 2 തവണ വെച്ച് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. റെസ്ൽമേനിയയിലും മത്സരം കളിച്ചിട്ടുണ്ട്. അണ്ടർടേക്കറിനെതിരെ ഒരു ടാഗ് ടീം മത്സരമൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന പ്രശസ്തരായ റെസ്ലേഴ്സിൽ ഒരാളായിരുന്നു. ക്യാൻസർ ബാധിതനായിരുന്നു. 63-ാമത്തെ വയസ്സിൽ റെസ്ലിംഗ് ലോകത്തോടുകൂടി വിട പറയുന്നതോടുകൂടി ഈ വർഷം നമ്മളെ വിട്ടുപിരിയുന്ന ലെജൻഡറി താരങ്ങളുടെ കൂട്ടത്തിലേക്ക് ഒരാൾ കൂടി കയറി വരുന്നു. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.